ഹായ് എവരിവൺ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് മൈനർ കോഴ്സിൻ്റെ തേർഡ് സെമിസ്റ്ററിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് മൊഡ്യൂൾ ഈസ് ഓൾ അബൌട്ട് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നും കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ഇതിലെ ഫസ്റ്റ് വണ്ണാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡ് വണ്ണാണ് ജിയോമെട്രിക്. ബൈനോമിയൽ distribution and Bernoulli and ഒരെണ്ണം കൂടെ ഉണ്ട് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്കിതിൽ ഓരോരോ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിഫോം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടാണ്. സോ എ റാൻഡം വേരിയബിൾ എക്സ് ക്യാൻ ബി സെഡ് ടു ഫോളോ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ടൈപ്പ് ഇഫ് ഇറ്റ്സ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/n. സോ നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. 1/n എന്നുള്ള ടൈപ്പിലായിരിക്കും എന്ത് വരിക, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സ് വരുന്നത്. വെൻ എക്സിൻ്റെ വാല്യൂസ് x1 x2 x3, ദാറ്റ് മീൻസ് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കണം. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം ഈ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതിൻ്റെ. അതായത് ഒരു അൺബേസ്ഡ് കോയിൻ നമ്മൾ ടോസ് ചെയ്യാണെന്ന് നോക്കുക. ആൻഡ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഹെഡ് ടേൺ ചെയ്താൽ ആ എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും, ടെയിൽ വന്നാൽ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് 0 ആൻഡ് 1 ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്, 1/n ആണ്. 0 അതർവൈസ്, അത് നമ്മളൊരു കണ്ടീഷനായിട്ട് എഴുതുന്നതാണ്. സോ ഇങ്ങനെയാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരിക. ഇനി ഇതിൻ്റെ മീനും വേരിയൻസും നമുക്ക് പഠിക്കാനുണ്ട്. സോ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. മീൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. ഇ ഓഫ് എക്സിൻ്റെ ഫോർമുലയാണ് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. സോ നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എങ്ങനെ എഴുതാൻ പറ്റും, ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ x/n ആണ് എന്തിൻ്റെ മീൻ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് സിഗ്മ x/n എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടും. ഇനി അതുപോലെ തന്നെ വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻ ടേംസ് ഓഫ് എക്സ്പെക്റ്റേഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ വേരിയൻസിൻ്റെ ഫോമുല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ഈ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇ ഓഫ് എക്സ് ആണ് ഇത്, അപ്പോൾ അതിൻ്റെ ഹോൾ സ്ക്വയർ കാണാം, അതായത് സിഗ്മ x/n ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താണ്, എക്സ് സ്ക്വയർ ആണ്, അപ്പോൾ ഈ ഇ ഓഫ് എക്സ് സ്ക്വയർ കാണണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് സ്ക്വയർ വരും, അതാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഇ ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ സിഗ്മ x²/n മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് എന്താണ്, സിഗ്മ x/n. സോ സിഗ്മ x/n ദ ഹോൾ സ്ക്വയർ. നമ്മളത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ x²/n മൈനസ് മീനാണ്, എക്സ് ബാർ എന്ന് പറയുന്നത് മീനാണ്, മീൻ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് എഴുതാം. അതായത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സ് എന്താണ്, 1/n, വേർ എക്സ് ഇസ് ഈക്വൽ ടു x1 x2 x3 എക്സെട്ര. ഓക്കെ, ആൻഡ് മീൻ എത്രയാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ, സിഗ്മ x/n. സോറി, കാണുന്നില്ലേ. ഓക്കെ, sigma x/n. Then a variance is equal to sigma x²/n minus x bar the whole square. ഇങ്ങനെ വരും. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു. ഇനി നമുക്ക് ജിയോമെട്രിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നോക്കാനുള്ളത്. ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഏതൊക്കെ എക്സ്പെരിമെൻറ്റ്സിലാണ് നമ്മൾ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക എന്നുള്ളത്. സോ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ സപ്പോസ് ഇറ്റ് ഹാസ് ഓൺലി 2 പോസിബിൾ ഔട്ട്കംസ് ഓൺലി.
സക്സസ് ആൻഡ് ഫെയിലിയർ. നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സക്സസ് കിട്ടും അല്ലെങ്കിൽ ഫെയിലിയർ കിട്ടും. ഇതല്ലാതെ ഒരു ഔട്ട്കം ഇല്ല. ആൻഡ് ഫെയിലിയർ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/p ആണെന്ന് അസ്യൂം ചെയ്യാം. 1/p ആണെന്ന് അസ്യൂം ചെയ്യാം. ആൻഡ് പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് p ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ഈ 1/p നമുക്ക് q ആയിട്ട് കൂടെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് q ആണ്, ദാറ്റ് ഈസ് 1 - p. ആൻഡ് പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് p ആണ്. അണ്ടർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യും ടിൽ നമുക്കൊരു സക്സസ് കിട്ടുന്നത് വരെ. സോ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്തായിരിക്കും? നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിങ് ദ ഫസ്റ്റ് സക്സസ്. ഫസ്റ്റ് സക്സസ് സംഭവിക്കുന്ന വരെയുള്ള ഫെയിലിയേഴ്സിൻ്റെ നമ്പറാണ് നമ്മൾ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ എക്സിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. And also there is one more condition that we assume the probability of success p remains unchanged from trial to trial. And the probability of x failures preceding the first success is by multiplication theorem. അത് നമ്മൾ കണ്ടീഷനായിട്ട് മെൻഷൻ ചെയ്യണം. സോ അങ്ങനെ നമുക്ക് ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സ് കിട്ടും. ദാറ്റ് ഈസ് ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി. അപ്പോൾ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ ഫോർമുലയാണ് ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി. So x is the random variable with the f of x. Probability of x is equal to x and this x values were 0, 1, 2, 3. അത് നമ്മൾ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, സോ അതിനെ കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും: a random variable x is said to follow a geometric distribution if its probability distribution function is q raised to x into p, where x is equal to 0, 1, 2, 3 etc. 0 otherwise, and p plus q is equal to 1. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സക്സസ് ആൻഡ് ഫെയിലിയർ കണ്ടീഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ, വേരിയൻസ്, MGF മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, ഈ 3 കാര്യങ്ങളും പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് മീൻ പഠിക്കാം. സോ ഫോർ എ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ മീൻ എന്ന് പറയുന്നത് എന്താണ്? ഇ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ആൻഡ് ഇ ഓഫ് എക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. സോ നമ്മുടെ ഈ കേസിൽ പി ഓഫ് എക്സ് എന്താണ്? ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സിഗ്മ എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി. ദെൻ നമ്മളത് ഡെറിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യൂ ബൈ പി എന്ന് കിട്ടും. ആൻഡ് ക്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 1 - p ആണ്. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ബൈ പ്രോബിലിറ്റി ഓഫ് സക്സസ്. അതാണ് ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂ ബൈ പി. ക്യൂ ഈസ് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ, പി ഈസ് പ്രോബിലിറ്റി ഓഫ് സക്സസ്. ക്യൂവിനെ നമുക്ക് 1 - p എന്നൂടെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേരിയൻസ്. ഇവിടെ നമ്മളൊരു നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് ഇഫ് എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ ദാറ്റ് ഫോളോസ്. ഇത് ഫോളോസ് എന്നുള്ളതിനുള്ള നൊട്ടേഷനാണ്. ദാറ്റ് ഫോളോസ് എ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ കെ. അങ്ങനെയാണ് നമ്മൾ ഇതിനെ വായിക്കുന്നത്. അപ്പോൾ പാരാമീറ്റർ കെ ആണെങ്കിൽ അതിൻ്റെ മീൻ എങ്ങനെ വരും? 1 - k/k എന്ന് വരും. സോ ഇവിടെ എന്തായിരിക്കണം? എക്സ് ഫോളോസ് എ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ പി ആണെങ്കിലാണ് അതിൻ്റെ മീൻ 1 - p/p എന്ന് വരിക. പാരാമീറ്റർ കെ ആണെങ്കിൽ മീൻ എങ്ങനെ വരും? 1 - k/k എന്ന് വരും. ഓക്കെ, ദെൻ വേരിയൻസ്. വേരിയൻസിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞ സെയിം കേസ്, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. നമ്മൾ ഈ ഇവിടെ കണ്ടുപിടിച്ച ഇ ഓഫ് എക്സ് എത്രയാണ്? ക്യൂ ബൈ പി. അത് നമ്മൾ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് വേരിയൻസ് എന്ന് പറയുന്നത് ക്യൂ ബൈ പി സ്ക്വയർ എന്നുള്ള ഫോർമുലയിൽ കിട്ടും. വെൻ എക്സ് ഫോളോസ് എ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ പി. അപ്പം നമുക്കിതിനെ ഒരു രീതിയിലൂടെ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ്? ക്യൂവിനെ നമുക്ക് പി വെച്ചിട്ടുള്ള വാല്യൂ കൊടുക്കാം. അതായത് ക്യൂ ഇസ് ഓൾസോ 1 - p അല്ലേ? അപ്പം നമുക്ക് 1 - p ഡിവൈഡഡ് ബൈ പി സ്ക്വയർ എന്ന് നമുക്കിതിനെ എഴുതാം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമുക്ക് ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ MGF കൂടെ നോക്കാം. സോ MGF എന്ന് പറയുന്നത് എന്താണ്? MXT. ദാറ്റ് ഈസ് ഈ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഈ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് വരും. ആൻഡ് നമ്മുടെ ഈ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷനിലെ പി ഓഫ് എക്സ് എന്താണ്? ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി ആണ്. സോ നമ്മളത് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് p ബൈ 1 - q ഇ റേസ് ടു ടി എന്ന് വരും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഫോർമുല. നമ്മളത് പഠിച്ചാൽ മതി. സോ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ MGF എന്ന് പറയുന്നത് എന്താണ്? p ബൈ 1 - q ഇ റേസ് ടു ടി. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനൂടെ നമ്മൾ നോക്കണം. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനിൽ നമുക്ക് വേറൊന്നുമില്ല. നമ്മൾ ഈ ക്യൂ ഇ റേസ് ടു ടി എന്നുള്ളിടത്ത് ഒരു ഇമാജിനറി
വേരിയബിളൂടെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? P/1 - QE⁻IT എന്ന് വരും. അത്രയേ ഉള്ളൂ. ഇവിടെ mxt എന്നുള്ളത് 5xt എന്ന് വരും. സോ നമുക്ക് ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതാം. സോ ഫോർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ f(x) എന്ന് പറയുന്നത് എന്താണ്? Q⁻x × P ആണ്. മീൻ എന്ന് പറയുന്നത് Q/P, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് സക്സസ്. ഇതിനെ നമുക്ക് 1 - P/P എന്നൂടെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് വേരിയൻസ് എന്ന് പറയുന്നത് Q/P². mgf എന്ന് പറയുന്നത് P/1 - QE⁻t. ആൻഡ് ഇതൊക്കെ എപ്പോഴാണ്? when x follows geometric distribution with parameter P. സോ അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം.